കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ പാർട്ട് 2. ഇത് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒത്തിരി പേര് കമൻറ്റുകളൊക്കെ പറയുന്നു. ഞാനത് വായിച്ചു നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ അവർ പറയുന്നത് ഞാൻ പറയുന്നത് സത്യമല്ല, ഇത് തെറ്റാണ്, സനാതന ധർമ്മമാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അവർ പറയുന്നത് ഈ ടോപ്പിക്ക് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ജോലിയായത് ഇത് ബേസിക്കലി ഞാനൊരു ഫോർത്ത് എസ്റ്റേറ്റ് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലും രാജ്യത്തും ഗ്ലോബലി സംഭവിക്കുന്നത്? അത് പൊളിറ്റിക്സ് മാത്രമല്ല, അതിൽ സോഷ്യോളജി ഉണ്ട്, അതിൽ എക്കോണമി ഉണ്ട്, മനുഷ്യനെ പറ്റിയുണ്ട്, സയൻസ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എവറി ടോപ്പിക് ദേ. എന്തുകൊണ്ടാണ് ഈ റിലീജിയസ് കൺവേർഷൻ ഇതിന് പ്രാധാന്യം ഉണ്ടാകുന്നത്? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതായത് റിലീജിയസ് കൺവേർഷൻ എന്ന് പറയുന്ന സംഭവം അതൊരു സോഷ്യൽ ചേഞ്ചാണ്. അതായത് ഒരു സോഷ്യോളജി സ്റ്റഡിയാണ്. ഈ സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറും. അപ്പം മാറുന്നതിൻ്റെ കാര്യമുണ്ട്. ഇതിൻ്റെ ബിഗിനിങ് നിങ്ങൾ ആലോചിക്കണം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ വാക്യം, സെക്കൻഡ് പാർട്ട് അവൻ്റെ എക്കണോമിക് ലൈഫ്, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് അവൻ്റെ സോഷ്യൽ ലൈഫ്. അപ്പോൾ അവൻ റിലീജിയൻ മാറുമ്പോൾ അവൻ്റെ സോഷ്യൽ ലൈഫിൽ മാറ്റം ഉണ്ടാകുന്നു. സോഷ്യൽ ലൈഫിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അവൻ്റെ പൊളിറ്റിക്കൽ തോട്ട്സിൽ മാറ്റം ഉണ്ടാകുന്നു, ആ റീജിയനിൽ മാറ്റം ഉണ്ടാകുന്നു, ഡെമോഗ്രഫിയിൽ മാറ്റം ഉണ്ടാകുന്നു. അപ്പം കഴിഞ്ഞ കുറേ നാളായിട്ട് കണ്ട സംഭവമല്ല ഇനി വരാൻ പോകുന്നത്. ഇതെല്ലാം കണക്റ്റഡാണ്. ഇതെല്ലാം മനുഷ്യനെയും ആ രാജ്യത്തെയും ആ ഭൂപ്രദേശത്തെയും അവൻ്റെ എക്കോണമിയെ ലൈഫ് സ്റ്റൈലിലൊക്കെ ബാധിക്കുന്ന ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഈ ഇഷ്യൂ എന്ന് പറയുന്നത് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ പറയും, എന്തുകൊണ്ടാണ് ഞാൻ പെൻറ്റക്കോസ്റ്റ് എന്ന് കോയിൻ ചെയ്യുന്നത്? ഈ സംഭവത്തിന് പെൻറ്റക്കോസ്റ്റ് എന്ന് പറയുന്നത് അല്ല, വേറെ പറയുന്നത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്, അതായത് ഇവാഞ്ചലിക്കൽ എപ്പിസ്കോപ്പൽ ചർച്ച് എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ മാർത്തോമ സഭയും അതുപോലെ CSI സഭയും, ഈ ഓർത്തഡോക്സ് സഭയും കാത്തലിക് സഭയും റിച്വൽസ് ഉള്ള എപ്പിസ്കോപ്പൽ സഭയാണ്. പക്ഷേ അത് ഇവാഞ്ചലിക് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നാച്ചുറലായിട്ട് ഇത് സ്പെസിഫിക് ആണ്. ഇത് ഈ പറയുന്ന ട്രഡീഷണൽ സഭയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതൊരു സ്പെസിഫിക് ആണ്. ഒരു ഇവരിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുന്നവരാണ്. അത് മാറ്റർ ചെയ്യും. ഇപ്പം പല ആൾക്കാരും പറയുന്നു കാത്തലിക്സിൻ്റെ അകത്തുനിന്ന് അങ്ങോട്ട് ആൾക്കാർ പോകും. നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഞാൻ ഈ പറയുന്ന ഓരോ വെർട്ടിക്കളും നിങ്ങൾ സ്റ്റഡി ചെയ്യുക. എന്തുകൊണ്ടാണ് കാത്തലിക് സഭ ഈ അത് കരിസ്മാറ്റിക് എന്നൊരു സംഭവം തുടങ്ങിയത്? കാര്യം നിങ്ങൾക്കറിയാം. അതായത് കാത്തലിക് സഭ എന്നുള്ള ഒഴുക്ക് തടയാൻ വേണ്ടിയാണ് ഈ പറയുന്ന മാത്യു നായക്കാപ്പറമ്പിൽ അച്ഛനും ജോർജ് പനക്കൽ അച്ഛനും ഓരോ കൂടിയിട്ട് ചാലക്കുടിക്കടുത്ത് ഈ സംഭവം ഉണ്ടാകുമ്പോൾ, ഞാനിന്ന് കോളേജിൽ പഠിച്ച സമയത്ത്, സ്കൂളിൽ പഠിച്ച സമയത്തും അവിടുന്ന് MGOCSത്തിൻ്റെ ടൂർ വന്നപ്പോൾ അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ട് ഈ സംഭവം. പിന്നെ ഒന്ന് രണ്ട് എൻ്റെ സുഹൃത്തുക്കളും എന്നെ അവിടെ ഇത് കാണാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ സംഭവം, ഈ കരിസ്മാറ്റിക് എന്ന് പറയുന്ന സംഭവം, അവിടെ നടക്കുന്ന പ്രെയർ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ സ്തോത്രമാണ് പറയുന്നത്. ഇത് തന്നെ പെന്തിക്കോസുകാർ പറയുന്നു. ഈ കരിസ്മാറ്റിക്കിലൊക്കെ പോയിട്ട് 1.5 വർഷം കഴിയുമ്പോൾ ഈ കാത്തലിക്സ് ബിഷപ്പുമാരും അച്ഛന്മാരും പറഞ്ഞതാണ് എന്നോട് ഈ സംഭവം. ഒരു 1.5 വർഷം, കാരണം ഇവരുടെ ഒരാഴ്ചയും കണ്ട് ഇവരുടെ പരിപാടി ഈ കരിസ്മാറ്റിക്കായിട്ട് ബന്ധപ്പെട്ട് ഈ ആൾക്കാർ പോകുന്നത്. ഒരു സമയത്ത് 5000, 6000, 7000 പേര് പങ്കെടുത്തുകൊണ്ടിരുന്ന കരിസ്മാറ്റിക്കിൽ ഇന്ന് വെറും 400-500 പേരേ ഉള്ളൂ. ഈ കരിസ്മാറ്റിക്കിൽ പോയി കഴിഞ്ഞാൽ, ഒരാഴ്ച പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പോകുന്ന ഒരു കാത്തലിക് വിശ്വാസിയോ മറ്റുള്ള വിശ്വാസിയോ കറക്റ്റ് 1.5 വർഷം കഴിയുമ്പോൾ പെന്തക്കോസ്തിൽ പോവുക. ഇത് ഞാൻ പറഞ്ഞതല്ല, കാത്തലിക്സ് പറഞ്ഞ അതിൻ്റെ കണക്ക് അവർ പറയുന്നുണ്ട് കറക്റ്റായിട്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ബിഷപ്സുമാർ ഈ നടത്തുന്ന അച്ഛന്മാരുമായിട്ട് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് മാതാവിനെ വേണമെന്ന് പറയുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് മാതാവ് വന്നു. അപ്പം ബേസിക്കലി അവിടെ നടക്കുന്ന പ്രെയർ എന്ന് പറയുന്ന പെന്റക്കോസ്റ്റൽ പ്രെയർ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അതിൻ്റെ അകത്ത് കാത്തലിക്സിൻ്റെ മാതാവ് അങ്ങനെയുള്ള മീഡിയേറ്റേഴ്സ് കയറി വരാൻ തുടങ്ങി. ഇപ്പോഴെന്തുവാ അതേപോലെയുള്ള കരിസ്മാറ്റിക് സംഭവങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തും തുടങ്ങി. കാത്തലിക് വിശ്വാസികൾക്ക് വേണ്ടി മറ്റുള്ളവരും പോകുന്നുണ്ട്. പിന്നീട് എന്താ ഉണ്ടായത്? ബേസിക്കായിട്ട് നിങ്ങളിത് പഠിക്കേണ്ട സോഷ്യോളജിക്കൽ സ്റ്റഡിയാണ് മനുഷ്യൻ്റെ.
അവർ 1.5 വർഷം കഴിയുമ്പം നേരെ ചെന്ന് ചാടുന്ന പെന്തക്കോസ്റ്റിലാണ്. കാരണം അവൻ്റെ ബേസിക്കലി അപ്പോഴല്ലേ അവർ അറിയുന്നത്. ഈ സെയിം പ്രയർ മറ്റൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. പണ്ടൊന്നും ഈ പെന്തക്കോസ്ത് ഉപദേശിമാർ അവരിങ്ങനെ റോഡുകളിലൊക്കെ ഇങ്ങനെ പരസ്യ പ്രഭാഷണവും ഒക്കെ നടത്തുന്ന വീടുകളിൽ പ്രാർത്ഥിക്കാൻ വരുന്നു. ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞത് ഭയങ്കര അഗ്രസീവാണ് ഇവർ. അപ്പോൾ പണ്ടൊന്നും പല വീടുകളിൽ എൻ്റെ വീട് ഉൾപ്പെടെയുള്ളവർ, അതായത് പത്തനാപുരത്ത്, ഇവരെ ഒന്നും എൻ്റർടൈൻ ചെയ്യത്തില്ലായിരുന്നു. റിയാലിറ്റിയാണ് ഈ സംഭവം. പക്ഷേ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സുറിയാനി ക്രിസ്ത്യാനിയുടെയോ ഈ ഓർത്തഡോക്സുകാരൻ്റെയോ അല്ലെങ്കിൽ മർത്തോമൈറ്റിൻ്റെയോ അതേപോലെ തന്നെ കാത്തലിക്സിൻ്റെ വീടുകളിൽ പഴയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇന്ന് അവർക്ക് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ പ്രാർത്ഥിക്കാൻ, അതായത് സ്പിരിച്വൽ നീഡ് എന്ന് പറയും, അതിനവർ പള്ളിയിലെ അച്ഛനെയൊന്നുമല്ല ഈ പെന്തക്കോസ്ത് ഉപദേശിമാരെയാണ് വിളിക്കുന്നത്. എത്രയോ തെളിവുകൾ എനിക്ക് ഞാൻ തരാം. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് 1-2 ഭാഗത്ത് പോയി കഴിഞ്ഞപ്പോൾ ആ വീടുകളിലൊക്കെ അവർ കാത്തലിക്സും ഓർത്തഡോക്സും മർത്തോമയൊക്കെയാണ്. അവിടെ പെന്തക്കോസ്ത് പാസ്റ്റർമാർ അവിടെ ധ്യാനം ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇതേ ഞാൻ തന്നെ അവരോട് കാരണം അവർക്കും വിശ്വാസം എന്ന് പറയുന്നത് ഈ പറയുന്ന പള്ളിയിൽ അച്ഛന്മാരെക്കാളും മെത്രാന്മാരെക്കാളിലും ഇവർ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്നുള്ള ധാരണയായി. അതിന് ഉത്തരവാദി ഇത് നിങ്ങളോട് പറയുന്ന ഞാനല്ല ഉത്തരവാദി. അതിന് ഉത്തരവാദി ആരാണോ നിങ്ങൾ തീരുമാനിക്കുക. അതായത് പണ്ട് ഇവരെ പെന്തക്കോസ്ത് ഉപദേശിമാരെയൊക്കെ അകറ്റി നിർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് അവർക്ക് സ്വാഗതം. നിങ്ങൾ ചില പെന്തക്കോസ്ത് ഉപദേശിമാർ പേര് കേട്ട് കാണും. പാസ്റ്റർ തങ്കപ്പൻ, പാസ്റ്റർ അയ്യപ്പൻ, പാസ്റ്റർ ഗോപാലൻ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് ആ രീതിയിലുള്ള സോഷ്യോളജിക്കൽ ചേഞ്ച് ഉണ്ടായ കേരളത്തിൽ. ആദ്യം ഈ പറയുന്ന പെന്തക്കോസ്റ്റിലോട്ട് വന്ന ഈ ഹിന്ദുവിലുള്ള ഈഴവ കമ്മ്യൂണിറ്റിയും ബാക്ക്വേർഡ് ക്ലാസ്സിനെ ഈ പെന്തക്കോസ്റ്റിലുള്ള സിറിയൻ ക്രിസ്ത്യൻസ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. സോഷ്യൽ ഗ്യാതറിങ്സിലും ഈ കല്യാണമൊന്നും കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് അതിൻ്റെ ഭയങ്കര മാറ്റം ഉണ്ടായി. ഈ പെന്തക്കോസ്റ്റിലോട്ട് വന്ന സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ അവരുടെ ഫാമിലിയിൽ നിന്ന് മകളെയോ മകനെയോ ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്, അതായത് SC, ST, അതേപോലെ ഈഴവ കമ്മ്യൂണിറ്റി അവരുമായിട്ട് കല്യാണം നടത്തി കൊടുക്കുന്നു. എനിക്ക് എത്രയോ പേരെ അറിയാം. എന്താ അതിൻ്റെ റിയാലിറ്റി എന്തു? ഞാൻ ഈ ചോദിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയാം. പല ആൾക്കാരെ എനിക്കറിയാം, ഒരു കല്യാണം കഴിച്ചവർ മക്കളുണ്ടാകുന്നു. കാരണം ഇവർ ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്ന് ഈഴവ OBC ഇതിൻ്റെ അകത്ത് വന്ന ശേഷം ഇവരത് കഴിഞ്ഞ് ബൈബിൾ സ്റ്റഡിയുമായിട്ടങ്ങ് പോകും. അപ്പോൾ ഇവരുടെ ഈ പറയുന്നവർ കംപ്ലീറ്റ് അങ്ങ് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഇവർ പാസ്റ്റർമാരാകുകയാണ്. ഇവർക്ക് നല്ലപോലെ ഇംഗ്ലീഷ് ഓടിക്കും, മനസ്സിലാക്കും, നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനറിയാം. നിങ്ങൾ ഈ പാസ്റ്റർ അനീഷ് കാവാലം എന്ന് പറയുന്ന ആളുടെ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ട്. ഇപ്പോൾ പുള്ളിയുടെ പുള്ളിയുടെ ഒരു സ്പീച്ചിനകത്ത് കേട്ടത്, അദ്ദേഹം അവിടുത്തെ ഒരു ഈഴവ കുടുംബത്തിലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പിതാവെന്ന് പറയുന്നത് ഈ കാവാലം കുട്ടനാട് ഭാഗത്ത് കള്ള് ഷാപ്പിലാണ് ജോലി ചെയ്യുന്നുണ്ട്. CITUവിൻ്റെ അവിടുത്തെ കൺവീനറായിരുന്നു. അപ്പോൾ പുള്ളി അത് മകനായിട്ട് സ്കൂളിലൊക്കെ പഠിച്ചൊരു സമയത്ത് പുള്ളി പെന്തക്കോസ്റ്റ് ബിലീഫ്സിൽ വന്നൊരു സ്റ്റോറിയുണ്ട്. അത് യൂട്യൂബിൽ നിങ്ങൾ എടുത്ത് കാണണം ഈ സംഭവം. ഈ പല ആൾക്കാരും എന്നെ നെഗറ്റീവായിട്ട് കമൻ്റ് എടുത്ത് കയറി കാണണം. അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. ആ ഗ്രൗണ്ട് റിയാലിറ്റി അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനൊന്നും രണ്ടും തെളിവല്ല, ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, നിങ്ങൾ ഈ പല ആൾക്കാരും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇവരുടെ പേരൊക്കെ ഹിന്ദുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 1-2 വീഡിയോ ഞാൻ കണ്ടു. കേരളത്തിലെ ചില പൊളിറ്റീഷ്യൻസ് അവർ എനിക്കതിനെപ്പറ്റി പേഴ്സണലി തെളിവില്ല, അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്കിലോട്ട് പോകുന്നില്ല. കാരണം എനിക്ക് ഒതൻറ്റിക്കായിട്ട് തെളിവുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവരുടെ പേരുൾപ്പെടെയുള്ളത് പറയാൻ സാധിക്കൂ. പക്ഷേ എനിക്കറിയാവുന്ന വസ്തുതയാണ്, മലയാള സിനിമയ്ക്കകത്ത് ഒത്തിരി ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഉണ്ട്. ഇതെനിക്ക് നേരിട്ടറിയാവുന്ന സംഭവമാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഈ പാസ്റ്റർ ഷമീർ എന്ന് പറഞ്ഞ ആളിനെ പറ്റി, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയെ വരുന്ന നാഷണൽ ഹൈവേ വെച്ച് പോലീസ് പിടിക്കുന്നു. അതിനകത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു പറയുന്നു. കേസ് ചാർജ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. 2 ദിവസം കഴിയുമ്പം അയാൾക്ക് ജാമ്യം കൊടുക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. അയാൾ
അതിശക്തമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടായ സംഭവിച്ച 1 മണിക്കൂർ കഴിയുമ്പോൾ എന്നെ ഇഷ്ടം പോലെ മുസ്ലിം ആൾക്കാർ വിളിക്കും, ഫോൺ ചെയ്യുവാൻ. എൻ്റെ നമ്പർ തപ്പിയെടുത്തിട്ട് ഫോൺ ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഇവരെന്തോ ഇതിനാ? ബേസിക്കലി നമ്മുടെ ഒരു ധാരണ, ഇങ്ങനൊരു പാസ്റ്റർ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൺവേർട്ടായ ഒരു പാസ്റ്റർ, അയാൾക്കെതിരെ ഇങ്ങനൊരു സംഭവം ഉള്ളപ്പോൾ ഇവരത് കൊണ്ടാടേണ്ടതാണ്. പക്ഷെ നേരെ ഉണ്ടായ സംഭവമാണ്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവർ എന്നോട് പറയും, എങ്ങനെയെങ്കിലും നിങ്ങളത് മാറ്റണം. ഞാൻ പറഞ്ഞു, ഞാൻ മാറ്റത്തില്ല, കാരണം ഇത് ഞാൻ കൺഫേം ചെയ്ത കാര്യം. എത്ര പേരാണ് വിളിച്ചത്, എത്ര ഫോണാണ് വന്നത്, അതിൻ്റെ കാര്യം എന്തുവാ? ഈ പറയുന്ന മുസ്ലിംസ് കൺവേർട്ടഡാ, പേര് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് കാരണം ഞാനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇന്ത്യക്കകത്തും ഇന്ത്യയുടെ പുറത്തും ഗൾഫ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളൊക്കെയാണ്. ഇവിടൊക്കെ പോകുന്ന മുസ്ലിംസിനിടയ്ക്ക് പോലും ക്രിസ്ത്യാനിറ്റി കയറി പോയിട്ടുണ്ട്, പെന്തക്കോസ്റ്റ്. അതിൻ്റെ തെളിവാണ്. എനിക്കറിയാം, കേരളത്തിന് പുറത്തുള്ള പല മലയാളി ചർച്ചുകളുടെയൊക്കെ പാസ്റ്റർമാർ മുസ്ലിങ്ങളാണ് കേരളത്തിൽ നിന്ന്. ഒരു തെളിവ് കൂടെ പറയാം. രാജസ്ഥാനടുത്ത് കോട്ട എന്ന സ്ഥലമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമാനുവൽ മിഷൻ. ജയ്പൂർ സിറ്റിയിൽ നിന്ന് ടോങ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, TONK, ടോങ്ക്. അപ്പോൾ ടോങ്കിൽ പോകുന്ന നേരത്ത് ഇമാനുവൽ മിഷൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് കാണാം. അത് അവിടുത്തെ വലിയ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് ഉണ്ടാക്കിയെടുത്ത സ്കൂളാണ് ഈ പറയുന്ന ഇമാനുവൽ മിഷൻ ഇൻ്റർനാഷണൽ സ്കൂൾ. ആ സ്കൂളിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് നിങ്ങൾക്കറിയോ? മലപ്പുറത്തുകാരൻ്റെ ഒരു അസി എന്ന പേര്. ഇയാൾ നേരത്തെ എങ്ങാണ്ട് കോട്ട റെയിൽവേ സ്റ്റേഷനിൽ ഏതോ ട്രെയിനിൽ ചെറുപ്പത്തിൽ വന്നിറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തെ ഈ പയ്യന് ആഹാരമില്ല കഴിക്കാൻ, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇമാനുവൽ മിഷൻ്റെ അന്നത്തെ ഫൗണ്ടറായിരുന്ന ഡോക്ടർ MA തോമസ്, മനസ്സിലാക്കി, ഡോക്ടർ MA തോമസ് കോഴഞ്ചേരിക്കാരനാണ്. ഈ പെന്തക്കോസ്റ്റ് മിഷൻ, അതായത് ബ്രദറൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് BJP മന്ത്രിസഭ പത്മശ്രീ കൊടുത്ത ഒരേ ഒരാൾ MA തോമസാണ്. അയാളുടെ സോഷ്യൽ വർക്കിന് വേണ്ടി അയാളാണ് ഈ കോട്ടയം എന്ന് പറഞ്ഞ സംഭവം എടുത്ത് മാറ്റിയത്. നിങ്ങളിവിടെ പോയാൽ വളരെ വിസിബിളായി സംഭവം. ഇതൊക്കെ ചില കാര്യങ്ങൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നിങ്ങളിത് പോയി അന്വേഷിക്കണം, എന്തുവാണ് ഈ സംഭവം. ആ കോട്ടയം എന്ന് പറയാൻ, നിങ്ങൾ ഡൽഹി മുംബൈ റെയിൽവേയുടെ മെയിനാണ് ഈ കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഇത് എഡ്യൂക്കേഷൻ സിറ്റി. അതായത് നിങ്ങൾ ഈ നമ്മുടെ കുട്ടികളൊക്കെ എൻജിനീയറിങ് MBBS ഒക്കെ പഠിക്കുക കോഴ്സുകൾക്ക് പോകുമല്ലോ, അതിൽ ഏറ്റവും പ്രധാന കോട്ടയിലുള്ള കോഴ്സുകളാണ്. ചില ട്യൂട്ടോറിയൽ കോളേജ് അവിടുത്തെ വലിയ സംഭവമാണ്. പക്ഷെ അതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുത്ത് എഡ്യൂക്കേഷൻ, അതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുത്ത് കോഴഞ്ചേരിക്കാരൻ മലയാളിയാണ് MA തോമസ്. കാരണം അയാൾ എനിക്ക് പേഴ്സണലി അറിയാം, അയാളുടെ മകനെ അറിയാം, ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയാം. അപ്പോൾ ആ MA തോമസ് ഈ അസിയെ പരിചയപ്പെട്ടിട്ട് കൂടെ കൊണ്ടുവരികയാണ്, ആഹാരം കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു, ബൈബിൾ കോളേജിൽ വിടുന്നു. ഈ അസിയാണ് ഈ ടോങ്കിൽ ഇമാനുവൽ മിഷൻ സ്കൂൾ സ്ഥാപിച്ചത്. ആ സ്കൂളിൻ്റെ ചുറ്റുപാടുമുള്ള ആ സ്കൂൾ നിങ്ങൾ എടുത്തു നോക്കണം, ഇമാനുവൽ മിഷൻ സ്കൂൾ ടോക്ക്. അപ്പോൾ ഇപ്പോഴയാളുടെ മരുമകനാണ് അത്. കാരണം ഇയാൾ കല്യാണം കഴിച്ച് ഒരു മലയാളി നേഴ്സിനെയാണ് ഈ അസി, മലയാളി നേഴ്സ്, ക്രിസ്ത്യൻ പെന്തക്കോസ്റ്റുകാരിയാണല്ലേ കല്യാണം കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ അയാളുടെ മരുമകനാണ് ആ സ്കൂൾ നടത്തുന്നത്. മനസ്സിലാക്കുക, നിങ്ങൾ കേരളത്തിലുള്ളവർ മുസ്ലിങ്ങൾ മനസ്സിലാക്കുക, ആ ടോങ്കിന് ചുറ്റുപാടുമുള്ള ഏകദേശം 10,000-60,000 പേര് ക്രിസ്ത്യാനികളായി. അവർക്ക് പഠിക്കുന്ന അവരുടെ സ്കൂൾ നോക്കുക, വൺ ഓഫ് ദ രാജസ്ഥാനിലുള്ള ഏറ്റവും സ്റ്റാൻഡേർഡുള്ള സ്കൂളാണത്. അവിടെ അഡ്മിഷൻ കിട്ടാൻ പാടാണ്. ഇവരെല്ലാം മുസ്ലിം നിന്ന് കൺവേർട്ടഡ് ആയത്. ഇനി അവിടുത്തെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ പോയി നോക്കുക, എങ്ങനെയാണ് പണ്ടുണ്ടായിരുന്ന ടോങ്കിലെ മുസ്ലിം ലൈഫ് സ്റ്റൈലും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ഭയങ്കര വ്യത്യാസമാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ ഓരോന്നും ഒതൻറ്റിക്കേറ്റായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങളിത് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി. ഇതേപോലെ മലയാളികൾ, അതായത് കേരളത്തിൽ നിന്ന് പോയവർ പലരും ചെയ്തിട്ടുണ്ട്. പലരും എനിക്ക് പേഴ്സണലി അറിയാം. കാരണം എൻ്റെ ജോലി എന്തുവാ, ഇന്ത്യ മുഴുവൻ ഊര് ചുറ്റുക. ഈ ഊര് ചുറ്റുക സമയത്ത് ഈ പറയുന്ന പലയിടത്തും പോകുമ്പോൾ പല ആൾക്കാരോട് ചോദിക്കും, ഇവിടെ ആരെങ്കിലും മലയാളികളുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന ആളുണ്ട്, ഇന്നടുത്തൊരു സ്കൂൾ നടത്തുന്നുണ്ട്, അയാൾക്ക് ചർച്ച നടത്തുന്നുണ്ട്. ഇവിടെ അച്ഛന്മാരൊന്നുമല്ല, ഈ കാത്തലിക് അച്ഛന്മാരൊക്കെ ഉണ്ട്. മനസ്സിലാക്കേണ്ടത്, ഈ പോകുന്ന മലയാളികളായിട്ട് പോകുന്ന പെന്തക്കോസ്റ്റുകാർ ഇവർ മലയാളികളുടെ ഇടയ്ക്ക് മാത്രമല്ല വർക്ക് ചെയ്യുന്നത്.
ഇവർ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ലോക്കൽ ആൾക്കാർ, അവർ ഹിന്ദിയും ഒക്കെ സംസാരിക്കുന്നവരുടെ കൂടെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് അവിടുത്തെ ആക്സസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇവർക്ക് അവിടുത്തെ ലോക്കൽ MLA ആയിട്ടും അവരുമായിട്ട് നല്ല ബന്ധവും പിടിപാടുമാണ്. ഇവരവിടുത്തെ ഒരു ചെറിയ രാജാവ് തന്നെയാണ്. നിങ്ങൾക്കറിയാം, സ്കൂള് ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം ആ പ്രദേശത്ത് അവർക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും. നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം. അപ്പം നമ്മളിപ്പോൾ ഈ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഈ ക്രൈസ്തവരുടെ കണക്കെടുക്കുക. അപ്പം അതിൻ്റെ കാരണം നമ്മൾ പറയുന്നു, ഗവൺമെൻറ് പറയുന്നത് 18.8, അതേപോലെ 19% ഉള്ളൂ. അതായത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസും ഈ പോയവരും ക്രിസ്ത്യൻസ് എല്ലാം കൂടെ കൂട്ടി കേരളത്തിലെ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഉള്ളവരുടെ നോക്കുകയാണെങ്കിൽ അത് 28% മുകളിലുണ്ട്. കേരളത്തിലെ മുസ്ലിം വിശ്വാസികളെക്കാളും കൂടുതൽ അവർ. ഇത് യാഥാർത്ഥ്യം. ഇതിൻ്റെ അകത്ത് ഞാൻ റിസർച്ച് ചെയ്ത സംഭവമാണ്. നിങ്ങൾ കാണാത്ത പലയിടത്തും ഈ ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അവരാരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ വീണ്ടും ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് ബേസിക്കലി ഇതിൻ്റെ ശരിക്കുമുള്ള രൂപം 4-5 വർഷം കഴിയുമ്പോൾ പുറത്ത് വരും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടും ഈ ആൾക്കാർ ഈ പറയുന്ന കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ ഈ പറയുന്നതിൻ്റെ അകത്ത് സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ പറയുന്ന സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്നു, അവർ പോയിട്ട് തിരിച്ചു വരുന്ന എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. ഇത് വലിയ സത്യമാണ്. എന്താണ് നടക്കുന്നത്? അതായത് വരാൻ പോകുന്ന 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ സാരം പോയി വരയ്ക്കും. കാരണം ഇതുമായിട്ട് ആളില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, യഥാർത്ഥ സത്യം. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭയ്ക്ക് നേരത്തെ ഇവർക്കൊക്കെ ഈ ആൾക്കാരല്ലേ പണം കൊടുക്കുന്നത്, ഇവരുടെ വരുമാനം ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്താ ഇവരുടെ വരുമാനം കുറയാൻ കാരണം? വിശ്വാസികളില്ലാതായി. നിങ്ങൾ ഓർത്തഡോക്സ് സഭയുടെയും കാത്തലിക് സഭയുടെയും ഒക്കെ കണക്കെടുത്ത് നോക്ക്. വലിയ പള്ളി ഉണ്ടാക്കിയ ആളില്ല. പള്ളിയിൽ പഴയ പോലെ സംഭാവന കൊടുക്കാൻ ആളില്ല. ഇതിനൊക്കെ കണക്കുകൾ വളരെ കൃത്യമാണ്. ഈ സഭയെല്ലാം മെലിയുകയാണ്. വിശ്വാസികൾ കുറയുന്നു. ഇവർ പെന്തക്കോസ്തുകാരായി മാറുന്നു. അതായത് കേരളത്തിൻ്റെ സോഷ്യൽ ലൈഫിൽ വലിയ ചേഞ്ചാണ് ഉണ്ടാകുന്നത്. ആ ചേഞ്ചിനെ പറ്റി ഞാൻ പറഞ്ഞതിനെ പറ്റി ഞാൻ എന്തോ ജേർണലിസ്റ്റാണ്. അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി സത്യം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പം ഇതിൻ്റെ അടുത്ത ഭാഗം വേണം കുറച്ചുകൂടി ഡെപ്തായിട്ട് പറയാം. അതായത് എങ്ങനെയാണ് ഈഴവ കമ്മ്യൂണിറ്റി, അതേപോലെ കാരണം ഒരു സംഭവം തന്നെയാണ്. കേരളത്തിൽ ഈഴവ കമ്മ്യൂണിറ്റിയുടെ അവരുടെ ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്തു. നിങ്ങൾക്കറിയാം, നായർ കമ്മ്യൂണിറ്റി, ഈഴവ കമ്മ്യൂണിറ്റി ടസൽ അവരവരെ അംഗീകരിക്കത്തില്ല. ഇവർക്ക് അങ്ങോട്ട് പോയി അംഗീകാരം ഉണ്ട്, അങ്ങനത്തെ കല്യാണം കഴിക്കാനും പറ്റും. ഇനി അടുത്ത ബാക്ക്വേർഡ് ക്ലാസ്, അവർക്ക് ഈസി ആയിട്ട് പോകാം. പല പാസ്റ്റർമാരുടെ പേര് ഞാൻ നേരത്തെ പറയും. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം, ഇപ്പം എൻ്റെ പുതിയ ക്രൈസ്തവ പാട്ടുകളൊക്കെ എഴുതിയേക്കുന്ന ആരാ ഏറ്റവും കൂടുതൽ? പണ്ട് പലർക്കെല്ലാം ക്രിസ്ത്യാനികളുടെ പേരാണ്. ഇപ്പോഴെഴുതിയത് പാസ്റ്റർ തങ്കപ്പൻ, പാസ്റ്റർ അജയൻ, ഇങ്ങനെയുള്ളവരാണ്. അവരുടെ പാട്ടുകളാണ് ഇന്ന് പെന്തക്കോസ്ത് സഭയിൽ ഏറ്റവും കൂടുതൽ പാടുന്നത്. പാസ്റ്റർ അയ്യപ്പൻകുട്ടി, എത്രയോ ഞാൻ തെളിവ് വരാം. അതൊരു സോഷ്യൽ ട്രാൻസ്ഫർമേഷനാണ്. കാരണം ഒന്നാമത് അവരുടെ DNA പാട്ടും പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നവർ കൂടുതൽ ഉപയോഗിക്കുന്നത് പെന്തക്കോസ്ത് സഭയ്ക്കകത്താണ്. അതായത് ഈ പാട്ടുകൾ ഇന്ന് മാരാമൺ കൺവെൻഷനിൽ പാടുന്നുണ്ട്. ആരെഴുതിയത്? ഞാൻ ഈ പറയുന്ന ആൾക്കാരെഴുതിയ പാട്ടുകൾ മാരാമൺ കൺവെൻഷനിൽ പാടുന്നുണ്ട്. അതായത് അവരെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. അതാണ് ഞാൻ ആദ്യം ഈ ടോപ്പിക്ക് തുടങ്ങി പറഞ്ഞ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ലൈഫ് സ്റ്റൈലിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പൂർണ്ണമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഓരോ സംഭവങ്ങൾ നിങ്ങളോട് പറയാമെന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങളത് സ്റ്റഡി ചെയ്യുക. ഞാനിത് പറഞ്ഞത് ശരിയാണോ അല്ലയോ, അതിനുശേഷം നിങ്ങളൊരു കൺക്ലൂഷനിൽ വരിക. ഇതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്.